നമസ്കാരം, ഞാൻ പ്രദീപ് പുങ്കത്തല. നമുക്ക് അടുത്തൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് പോകാം. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവേ റിവിഷൻ നടത്തുന്നത്. ഇപ്പൊ അധികം ടെൻഷനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കുറെ പേര് സ്നേഹത്തോടെ പറ്റുന്ന കണക്ക് കിട്ടട്ടെ സാറേ എന്നൊക്കെ പറയാം. ഞാനും അതാ നിങ്ങളോട് പറയുന്നത്, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടും, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ശ്രമിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചിന്തിക്കുക. കൂടുതൽ അവസാന നിമിഷം കിടന്ന് വെപ്രാളപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ വെപ്രാളപ്പെടുന്നവർക്ക് നല്ല നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു 5 മാർക്ക് കുറഞ്ഞേ കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇരിക്കുക. ടെൻഷനൊക്കെ കയറി വരുന്ന ഒക്കെ സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് പോവുക. തനിയെ ചിന്തിക്കുക. നിങ്ങൾ മെച്ചുറായ കുട്ടികളല്ലേ, എന്തിനാ ഈ ടെൻഷൻ എന്ന തനിയെ ചിന്തിക്കുക. വരുന്നിടത്ത് വെച്ച് കാണാം, അത് വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പോയി അവിടെ ചെന്ന് സന്തോഷത്തോടെ എഴുതിയിട്ട് വരിക. അറിയാവുന്നത് നല്ലോണം ശ്രദ്ധിച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ച്, സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഓപ്ഷനിൽ നിന്ന് വരെ കട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നല്ല കണക്കൂട്ടി ഇരുന്ന് ചെയ്യുക. മനസ്സറിഞ്ഞ് പതുക്കെ ഇരുന്ന് ചെയ്യുക. അല്ലാതെ കൂടുതൽ ഈ പെൺകുട്ടികളാണ് കൂടുതലും അങ്ങ് ടെൻഷൻ അടിച്ച് കളയുന്നത്. കാരണം നല്ല പഠിക്കുന്നവർ വരെ ഹാളിൽ പോയിരുന്ന ടെൻഷൻ. അത് ഈ കുറേ ഇങ്ങനെ പലരുടെയും ഇങ്ങനെ അവിടുന്ന് കേൾക്കുന്നു ഇവിടുന്ന് കേൾക്കുന്ന, വാട്സപ്പിൽ അങ്ങനെ ചാറ്റ് ഇങ്ങനെ ചാറ്റ്, ചില കൂട്ടുകാരികൾ അങ്ങനെ പറയുന്നു, അത് പഠിച്ചോ ഇത് പഠിച്ചോ ഇന്ന ഭാഗം തീർന്നോ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി അങ്ങ് ടെൻഷൻ. ഞാൻ അതൊന്നും തീർത്തില്ലേ, ഇനി പുതിയതായിട്ടൊന്നും തീർക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നല്ലോണം ബേസ് കാര്യങ്ങൾ, സയൻസ് ഇച്ചിരി നല്ലോണം പഠിച്ചോ, സൈക്കോളജിയും സയൻസും. ബാക്കിയൊക്കെ ജനറലായിട്ട് തന്നെ ചോദിക്കത്തുള്ളൂ. കറണ്ട് അഫേഴ്സിന്റെ കാര്യത്തിലായാലും, അതുപോലെ കേരള നവോത്ഥാനമായാലും, കേരളത്തിലെ പ്രക്ഷോഭങ്ങളായാലും, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളായാലും, ഭരണഘടനയുടെ കാര്യമല്ല, അതൊക്കെ ജനറൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വിശ്വാസത്തോടെ പോവുക. ഇനി 2-3 ദിവസം കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ഇനി സമയം കളയാതെ മെയിൻ കാര്യങ്ങൾ ഒന്ന് റിവിഷൻ നടത്തിയിട്ട് ഇന്ന് കുറേ നല്ല കാര്യങ്ങൾ റിവിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യമേ നോക്കാം. ഇനി ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു? ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ യൂറി ഗഗാറിൻ. 1961 യൂറി ഗഗാറിൻ പോയത്? ആണ്. 1961 യൂറി ഗഗാറിൻ പോയത്. വോസ്റ്റോക്ക് 1 അദ്ദേഹം പോയ വാഹനത്തിന്റെ പേരെന്താണ്? വോസ്റ്റോക്ക് 1. റഷ്യക്കാരനാണ്. ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ യുഗവും റഷ്യക്കാരാണ്. 1957 ബഹിരാകാശ യുഗം എന്ന് വിളിക്കുന്നത്. ആ 57 ബഹിരാകാശ യുഗം. ആദ്യമായിട്ട് ഒരു ബഹിരാകാശത്തേക്ക് വാഹനം അയക്കുന്നത് റഷ്യക്കാരാ. സ്പുട്നിക് 1. ആദ്യമായി പോയ വാഹനത്തിന്റെ പേരെന്താ? സ്പുട്നിക് 1. പിന്നീട് ഒരു പട്ടിയെ അയച്ചു, ലൈക്ക എന്ന നായ. സ്പുട്നിക് 2 അയക്കുന്നത്. ലൈക്ക പോയ വാഹനം ഏതാ? സ്പുട്നിക് 2. ഇനി നമ്മുടെ മനുഷ്യനായ യൂറി ഗഗാറിൻ പോയത് വോസ്റ്റോക്ക് 1 ഏതാണ്? വോസ്റ്റോക്ക് 1. ഏത് വർഷമാണ് മനുഷ്യൻ പോയത്? യൂറി ഗഗാറിൻ പോയത് 61. ഇനി വനിത വാലന്റീന തെരഷ്കോവ പോയ വാഹനം വോസ്റ്റോക്ക് 6 ആണ്. 1966 വനിത പോയത് ഏതാണ്? വോസ്റ്റോക്ക് 6 കേട്ടോ. ഇനി ഇന്ത്യക്കാരൻ ആരാണ്? ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഇന്ത്യക്കാരൻ, അത് രാകേഷ് ശർമ്മയാണ്. 1984 രാകേഷ് ശർമ്മ പോകുന്നത് കേട്ടോ. സോയൂസ് T11. രാകേഷ് ശർമ്മ പോയത് ഏത് വാഹനമാണ്? സോയൂസ് T11. ആദ്യ ഇന്ത്യൻ വനിത ആരാ? ഇന്ത്യൻ വനിതയായിരുന്നു ചോദിച്ചാൽ കൽപ്പന ചൗളയാണ് അല്ലെ. കൊളംബിയ വാഹനം, കൊളംബിയ ദുരന്തമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കൊളംബിയ വാഹനം എന്ന്. പിന്നീട് രണ്ടാമത്തെ വനിത സുനീത വില്യംസ് ആണ്. രണ്ടാമത്തെ വനിത ഏതാണ്? സുനീത വില്യംസ്. ചന്ദ്രയാൻ 1, 2, 3 ഒക്കെ നോക്കിയിട്ട് പോകണം. മംഗൾയാൻ നോക്കണം, ആദിത്യ L1 നോക്കണം. ആദിത്യ L1 സൗരദൗത്യം, ആദിത്യ L1 മംഗൾയാൻ ചൊവ്വ ദൗത്യം, അതൊക്കെ പോണേ. നമ്മുടെ ചന്ദ്രയാൻ 3ന്റെ ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോമനാഥിന്റെ ആത്മകഥ മറന്നു പോരുതേ. സോമനാഥിന്റെ ആത്മകഥയുടെ പേരെന്താണ്? നിലാവ് കുടിച്ച സിംഹം. മറന്നു പോരുതേ. നിലാവ് കുടിച്ച സിംഹം ആരുടെയാണ്? സോമനാഥിന്റെ ആത്മകഥയുടെ പേരാണ്. ഓർത്തോക്കെ. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ആരാണ്? മിസൈൽ ടെക്നോളജി APJ അബ്ദുൽ കലാം ആണ് അല്ലെ. തമിഴ്നാട് രാമേശ്വരംകാരനാണ് APJ അബ്ദുൽ കലാം. തമിഴ്നാട് രാമേശ്വരൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താ? വിങ്സ് ഓഫ് ഫയർ. വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാ. ഇന്ത്യയിൽ ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ബാബയാണ് അല്ലെ. ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ബാബ. അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ച അദ്ദേഹമാണ്. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ 1948 വരുന്നത് കേട്ടോ. ബഹിരാകാശ കമ്മീഷൻ വരുന്നത് 72-ലും അറ്റോമിക് എനർജി കമ്മീഷൻ വരുന്നത് 42-ലും 48-ലുമാണ്. അപ്പൊ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാ? ഹോമി ജെ ബാബയാണ്. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരു അണുബോംബ് പദ്ധതിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് രാജാ രാമണ്ണ. രാജാ രാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ്. അദ്ദേഹത്തിന്റെ ആത്മകഥ തീർത്ഥാടക വർഷങ്ങൾ, ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ്. തീർത്ഥാടക വർഷങ്ങൾ ആരുടെ ആത്മകഥ? രാജാ രാമണ്ണയുടെയാണ് അല്ലെ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാ? അത് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ ആരാ? K ശിവൻ. റോക്കറ്റ് വുമൺ നിങ്ങൾക്ക് ചോദിക്കാം, ഋതു ഖരീദർ. റോക്കറ്റ് വുമൺ ആരാണ്? ഋതു ഖരീദർ ആണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ ആരാ? APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ മിസൈൽ വുമൺ ആരാ? ടെസ്സി തോമസ്. മലയാളിയാണ് കേട്ടോ. ടെസ്സി തോമസ് ആലപ്പുഴക്കാരിയാണ് കേട്ടോ. ഇന്ത്യയുടെ മിസൈൽ വനിത ആരാണ്? ടെസ്സി തോമസ്. അവരുടെ ആ
അഗ്നി 5 അവരുടെ ആ മിസൈൽ വാഹനം മറന്നു പോരുത്. അവരുടെ പ്രോജക്ട് ഡയറക്റ്റ് ആയത് അഗ്നി 5-ലാണ്. മറന്നു പോരുത്. അത് നല്ലൊരു ചോദ്യമായിരുന്നു. പിന്നെ അപ്പം ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? സോയൂസ് T11. ISRO രൂപീകരിച്ച വർഷം എന്ന 1969 ഓഗസ്റ്റ് 15. ബാംഗ്ലൂര് അന്തരീക്ഷ ഭവനാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ് 1969 തന്നെ. 69 ജൂലൈ 31 കേട്ടോ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ് 69 ജൂലൈ 31. ആരാ? നീൽ ആംസ്ട്രോങ്. ആ വാഹനം ഏതായിരുന്നു? അപ്പോളോ 11. നീൽ ആംസ്ട്രോങ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം ഏതാണ്? അപ്പോളോ 11. തൊടുത്തുവിട്ട റോക്കറ്റിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. സാറ്റേൺ 5. മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയ റോക്കറ്റിന്റെ പേരെന്താ? സാറ്റേൺ 5. വാഹനത്തിന്റെ പേരെന്താ? അപ്പോളോ 11 അല്ലേ. എന്നാണ് ചാന്ദ്രദിനം ഇറങ്ങിയ ഡേറ്റ് ആണ് ജൂലൈ 21. ചാന്ദ്രദിനം എന്നാണ് ജൂലൈ 21. അമേരിക്കക്കാരനാണ് പോയത്. അപ്പം 69-ലാണ്. ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചതും 69-ലാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കൊടുത്തു തുടങ്ങിയതും 69-ലാണ് കേട്ടോ. ഫാൽക്കെ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ഏത് വർഷമാണ്? 1969-ലാണ്. അതുപോലെ നല്ലൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഏതാണെന്നറിയാമോ? ഫാൽക്കെ പുരസ്കാരം നേടിയ ഒരേ ഒരു മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 അടൂർ ഗോപാലകൃഷ്ണനാണ് ഫാൽക്കെ പുരസ്കാരം നേടിയ ഒരേ ഒരു മലയാളി ആരെന്ന് ചോദിച്ചു. ഓർത്തു നോക്കിയേ. ഹൃദയരാഗങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഹൃദയരാഗങ്ങൾ നമ്മുടെ മലയാറ്റൂർ അവാർഡ് കിട്ടി. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയുടെ പേരാണ്. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയുടെ പേരാണ് ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. കിളിക്കാലം നമ്മുടെ ഈ അടുത്ത കാലത്ത് ചോദിച്ചാൽ പി വത്സലയുടെയാണ്. പി വത്സലയുടെ ഏറ്റവും പ്രശസ്ത കൃതി നെല്ലാണ്. പി വത്സലയുടെ ഏറ്റവും പ്രശസ്ത കൃതി ഏതാ? നെല്ല്. മീശ എഴുതിയതാരാ? മീശ എസ് ഹരീഷിന്റെ ഏതാണ്? മീശയാണ്. ആരാച്ചാർ ആരുടെ? ആരാച്ചാർ KR മീരയുടെയാണ് ആരാച്ചാർ. ജീവിതം ഒരു പെൻഡുലം ആരുടെ? ജീവിതം ഒരു പെൻഡുലം അതാരുടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ശ്രീകുമാരൻ തമ്പിയുടെയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് വിളിക്കുന്നത്. ഈ ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ? ഉപദ്വീപ് ഇന്ത്യയിലെ ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയല്ലേ. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഗോദാവരിയാണ്. ഇന്ത്യക്ക് അകത്തൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയും ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ? ഗംഗ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു ആണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ, ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ് അല്ലെ. സിന്ധു പതിക്കുന്നത് എവിടെയാണ്? ഹിമാലയൻ നദികളിൽ ഹിമാലയൻ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏക നദിയും സിന്ധു ആണ്. ഏക നദി ഏതാണ്? സിന്ധു ആണ്. ഉപദ്വീപ് ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളല്ലേ? നർമ്മദയും താപ്തിയും ആണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന രണ്ട് പ്രധാന നദികൾ ഏതാണ്? നർമ്മദയും താപ്തിയും അല്ലെ. ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത് നർമ്മദയും താപ്തിയാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയതാണ് ഇപ്പൊ നമ്മുടെ ഈ വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി, അതുപോലെ റിഫ്റ്റ് വാലിയിലൂടെ ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയൊക്കെ നർമ്മദയാണ്. സർദാർ സരോവർ പദ്ധതി നർമ്മദാ നദിയിലാണ്. കക്രപ്പാറ പദ്ധതി താപ്തി നദിയിലാണ്. കക്രപ്പാറ പദ്ധതി ഏതാണ്? താപ്തി. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ലൂണി. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയും ലൂണിയാണ്. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? ലൂണി. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാ? ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാ? ടീസ്റ്റ. സിക്കിമിന്റെ ജീവൻ രേഖയാണ് ടീസ്റ്റ. വേറെണ്ണം ചോദിച്ചോട്ടെ. ഇന്ത്യയുടെ ചുവന്ന നദി, ആസാമിന്റെ ദുഃഖം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദി. ഇന്ത്യയുടെ ചുവന്ന നദി, ആസാമിന്റെ ദുഃഖം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദി. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുലി ദ്വീപ് ഏത് നദിയിൽ? ബ്രഹ്മപുത്രയിൽ. അപ്പൊ മാജുലി ദ്വീപ് ബ്രഹ്മപുത്ര നദിയിലാണ്. ചുവന്ന നദി, ആസാമിന്റെ ദുഃഖമൊക്കെ ഏതാ? ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദി ഏതാ? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി മറന്നുകൊണ്ട സുബൻസിരി. അതിന്റെ പോഷക നദിയാണ് ബ്രഹ്മപുത്രയുടെ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? യമുന അല്ലെ. യമുനയുടെ പഴയ പേരെന്താ? കാളിന്തി. യമുനയുടെ പഴയ പേരെന്താണ്? കാളിന്തിയാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലഡാക്ക്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഏത് കടലിൽ? ലക്ഷദ്വീപ് അറബിക്കടലിൽ. ആൻഡമാൻ ഏത് കടലിൽ? ആൻഡമാൻ ബംഗാൾ ഉൾക്കടലിൽ കിടക്കുന്നു. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി എവിടെ? ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി നമ്മുടെ കേരള ഹൈക്കോടതി. എന്നാ കേരള ഹൈക്കോടതി വന്നത്? കേരള ഹൈക്കോടതി വന്നത്
1956 നവംബർ 1 കേരള പിറവിയിടുന്നതല്ലേ. അപ്പൊ കേരള ഹൈക്കോടതി വന്നത് എന്നാണ് 1956 നവംബർ 1. ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ട്? 25 ഹൈക്കോടതികളാണ്. ഇന്ത്യൻ ഹൈക്കോടതിയുടെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര? ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. ഹൈക്കോടതിയുടെ ആകുമ്പോൾ 65ഉം സുപ്രീം കോടതിയുടെ ആകുമ്പോൾ ഹൈക്കോടതിയുടെ ആകുമ്പോൾ 62 വയസ്സും സുപ്രീം കോടതിയുടെ ആകുമ്പോൾ 65 വയസ്സുമാണ്. ഹൈക്കോടതി 62, സുപ്രീം കോടതി 65. കേരള ഹൈക്കോടതി വന്ന ഡേറ്റ് പറഞ്ഞ് 1956 നവംബർ 1. ഇന്ത്യൻ സുപ്രീം കോടതി വന്ന ഡേറ്റ് പറഞ്ഞ് സുപ്രീം കോടതി വന്നത് 1950 ജനുവരി 28. 50 ജനുവരി 28 സുപ്രീം കോടതി. അത് ന്യൂഡൽഹിയിൽ. പഴയ ഒരു സുപ്രീം കോടതി ഉണ്ട് കൊൽക്കത്തയിൽ സുപ്രീം കോടതി വന്നത് 1774 വാറൻ ഹേസ്റ്റിംഗിന്റെ കാലഘട്ടത്തിലാണ് കൊൽക്കത്തയിൽ സുപ്രീം കോടതി വന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി വരുന്നത്. 1774 കൊൽക്കത്തയിൽ കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്ന സുപ്രീം കോടതി 50 ജനുവരി 28 ന്യൂഡൽഹിയിലാണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് എത്രയാണെന്നറിയാമോ? 110-001. 110-001. സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ട്? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേര്. സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ട്? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34. സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് കൊടുക്കേണ്ടതോ നിയമിക്കുന്നതോ ഒക്കെ ആരുടെയാ? നിയമിക്കുന്നതോ ഒക്കെ രാഷ്ട്രപതിയാണ് അല്ലെ. രാഷ്ട്രപതി. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമല്ലേ? അതിന്റെ ബേസ് ആണ് പറഞ്ഞു പോകുന്നത്. ആർട്ടിക്കിൾ ഏതാ? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32. സുപ്രീം കോടതിയുടെ റിട്ട് 32, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 226 കേട്ടോ. 226. അപ്പൊ കേരള ഹൈക്കോടതി വന്ന ഡേറ്റ് തെറ്റരുത്, 56. ഇത് പറഞ്ഞേ, കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ആരായിരുന്നത്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ആദ്യത്തെ ആളിന്റെ പേര് പറഞ്ഞേ, KT കോശി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി, ഇപ്പോഴത്തത് ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇനി സുപ്രീം കോടതിയുടെ പറഞ്ഞേ, സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ, ഇപ്പോഴത്തത് ആരാണ്? DY ചന്ദ്രചൂഡ്. ഇപ്പോഴത്തെ ആരാ? DY ചന്ദ്രചൂഡ് അല്ലെ. സുപ്രീം കോടതിയുടെ ആദ്യത്തത് ഹരിലാൽ ജെ കെനിയാണ്. അതുപോലെ നല്ലൊരു ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരേ ഒരു മലയാളി KG ബാലകൃഷ്ണൻ അല്ലേ? ആണ്. KG ബാലകൃഷ്ണൻ 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അല്ലെ. എവിടാ ജനിച്ചത് അദ്ദേഹം? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാ? ഫാത്തിമ ബീബി. ഫാത്തിമ ബീബിയാണ് ജഡ്ജി ആവുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരുകാരിയാണ്. എന്നാണ് അവർ മരിച്ചത്? 2023 നവംബർ 23. ഫാത്തിമ ബീബി മരിച്ചെന്ന 2023 നവംബർ 23 ഫാത്തിമ ബീബി. 2023 കേരള സർക്കാർ കേരളപ്രഭ പുരസ്കാരം ഇവർക്ക് കൊടുത്തു കേട്ടോ. കേരളപ്രഭ പുരസ്കാരം. ഇവരെ കുറിച്ച് എഴുതിയ ഒരു ഡോക്യുമെന്ററി, ഇവരെ കുറിച്ച് എഴുതിയ ഒരു ജീവചരിത്രം പറയട്ടെ. നീതിയുടെ ധീരസഞ്ചാരം. KT അഷ്റഫ് എഴുതിയ നീതിയുടെ ധീരസഞ്ചാരം ആരെ കുറിച്ചായിരുന്നത്? ഫാത്തിമ ബീബിയെ കുറിച്ചാണ്. ആദ്യത്തെ ഗവർണറാകുന്ന മലയാളി വനിതയും ഇവരാണ് കേട്ടോ. മലയാളി വനിത ഗവർണറാകുന്ന തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ആദ്യമായിട്ട് ഒരു മലയാളി ഗവർണർ വനിതയാകുന്നതും ഫാത്തിമ ബീബി. സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ മലയാളി വനിതയും ഫാത്തിമ ബീബി. മറന്നുപോരുത്, ഡേറ്റ് തെറ്റരുത്. മരിച്ച ഡേറ്റ് നവംബർ 23. നവംബർ 21 ഒരു മലയാള കവിയത്രി, ഒരു എഴുത്തുകാരി മരിച്ചായിരുന്നു. 2023 നവംബർ 21 മരിച്ചത് P. വത്സല കേട്ടോ. P. വത്സല. പ്രശസ്ത നോവലേത? നെല്ല്. P. വത്സല പ്രശസ്ത നോവലേത? നെല്ല്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് P. വത്സലക്ക്. ആ 3 എണ്ണം ഒന്ന് പറഞ്ഞേ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം P. വത്സല. 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതു അഥവാ സേതുമാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണ്. എന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്? 1993 ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. 5 ലക്ഷം രൂപയാണ്. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണെന്നറിയാമോ? വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. ഇപ്പൊ ആർക്കാണ് കിട്ടിയത് ഏറ്റവും അവസാനം? ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് വയലാർ അവാർഡ് കിട്ടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന്. കഴിഞ്ഞ വർഷം കിട്ടിയത് S. ഹരീഷിന്റെ മീശയ്ക്കായിരുന്നു. S. ഹരീഷിന്റെ മീശയും. അതിന്റെ അങ്ങേ വർഷം കിട്ടിയത് 2021 കിട്ടിയത് ബെന്യാമന്റെ മാൻതളിയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അപ്പൊ സുപ്രീം കോടതി വന്ന ഡേറ്റ് തെറ്റരുത്, 50 ജനുവരി 28. ഇംപീച്ച്മെന്റ് നടപടിയാണ്, അവരെ പുറത്താക്കുന്ന നടപടി ഇംപീച്ച്മെന്റ് നടപടിയാണ്. ലോകസഭയിൽ 100 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പുറത്താക്കാം. രാജ്യസഭയിൽ 50 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ. രാജ്യസഭ സീറ്റ് കേരളത്തിൽ നിന്ന് എത്ര പേർക്കാണ്? ജനറൽ ആയിട്ട് അങ്ങ് നിങ്ങളുടെ ടോപ്പിക്കില് ജനറൽ
ജനറൽ അങ്ങ് പറഞ്ഞു പോകുന്നേ, ചീത്ത വിളിക്കരുത് തന്നെ. ഇല്ല, അവനങ്ങ് പറഞ്ഞങ്ങ് പോയിയാണല്ലോ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ളതാണ് കേട്ടോ. രാജ്യസഭ കേരളത്തിൽ നിന്ന് എത്ര സീറ്റാണ്? 9 സീറ്റ്. ലോകസഭ കേരളത്തിൽ നിന്ന് എത്രയാണ്? ലോകസഭ 20 പേര്. അപ്പൊ ലോകസഭയിലേക്ക് 20 പേര്, രാജ്യസഭയിലേക്ക് എത്ര പേരാണ്? 9 പേര്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സും ലോകസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 25 വയസ്സുമാണ് അല്ലെ? 25. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ ഇവർക്ക് 35 വയസ്സാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ ആകാൻ 35, ലോകസഭ അംഗമാകാൻ 25, പ്രധാനമന്ത്രിയാകാനും 25 വയസ്സാണ്. പക്ഷെ രാജ്യസഭ അംഗമാകാൻ 30 വയസ്സ്. രാജ്യസഭ സ്ഥിരം സഭയാണോ? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണോ? ആണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. പക്ഷെ രാജ്യസഭ അംഗങ്ങൾ 6 വർഷം, അവരുടെ കാലാവധി 6 വർഷമാണ് കേട്ടോ. 6 വർഷമാണ്. ലോകസഭ സ്ഥിരം സഭയാണോ? അല്ല. ലോകസഭയിൽ 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കും അല്ലെ? അതുകൊണ്ട് ലോകസഭ അംഗത്തിന്റെ കാലാവധി എത്രയാണ്? 5 കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 5 വർഷമാണ്. ലോകസഭയും രാജ്യസഭയൊക്കെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ എവിടെയാ? ഉത്തർപ്രദേശിൽ കേട്ടോ. ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്, ലോകസഭ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, രാജ്യസഭ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, നിയമസഭാ സീറ്റ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, പട്ടിക ജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, അതുപോലെ കരിമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, പഞ്ചസാര ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. ലക്നൗ ഉടമ്പടി പഠിച്ചിട്ടില്ലേ? എന്താ ലക്നൗ ഉടമ്പടി? 1916 മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു ഉടമ്പടി ഏതാണ്? ലക്നൗ ഉടമ്പടിയാണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു, കോൺഗ്രസും മുസ്ലിം ലീഗും കണ്ടുമുട്ടി, ഗാന്ധിജിയും നെഹ്റു ആദ്യമായിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചു, ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ വർഷം എന്നാണ്? 1916ലാണ്. 16ലാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിൽ. ആദ്യ സത്യാഗ്രഹം എവിടെ? ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ആദ്യ പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താ? വാർധ പദ്ധതി. ഏതായിരുന്നു? വാർധ പദ്ധതി. ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താ? നയി തലീം പദ്ധതി. അതെ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി വാർധ പദ്ധതി. ഗാന്ധിജിയുടെ ആദ്യ കൃതി ഏതാ? ഹിന്ദു സ്വരാജ്. ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് ഭാഷയിലാ? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗുജറാത്തി ഭാഷയിലാ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് എഴുതിയതാരാ? അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ മഹാദേവ ദേശായി. ഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബ ഗാന്ധി അന്തരിച്ച കൊട്ടാരം ഏതാ? അഗാഖാൻ കൊട്ടാരം. അഗാഖാൻ കൊട്ടാരം എവിടാ? പൂനെയിലെ. അഗാഖാൻ കൊട്ടാരം എവിടാണ്? പൂനെയിൽ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഇന്ത്യയിൽ ഏതാ? 17ലെ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാ? 18ലെ അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം ഏതാ? 19ലെ റൗലക്റ്റ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യ ജനകീയ സത്യാഗ്രഹം ഏതാ? 20ലെ നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജി 3 ജനകീയ സത്യാഗ്രഹങ്ങളല്ലേ നടത്തിയിട്ടുള്ളൂ? ഏതൊക്കെയാ ഗാന്ധിജി നടത്തിയ 3 ജനകീയ സത്യാഗ്രഹങ്ങൾ? 20ലെ നിസ്സഹകരണ പ്രസ്ഥാനം, 30ലെ നിയമലംഘന പ്രസ്ഥാനം, 42ലെ ക്വിറ്റ് ഇന്ത്യ സമരം. 30ലെ നിയമലംഘന പ്രസ്ഥാനം, 40ലെ ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, ഇന്ത്യയിൽ നിയമലംഘന പ്രസ്ഥാനം നടത്താൻ തീരുമാനിച്ച സമ്മേളനം ഏതാ? 1929ലെ ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം ലാഹോർ അല്ലേ? 1929ൽ ലാഹോർ. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ? മൗലിക അവകാശങ്ങൾ ഒപ്പുവെച്ചതാരാ? 1931ലെ കറാച്ചി സമ്മേളനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം, ഒഡീഷ. ചിൽക്ക തടാകം, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശുദ്ധജല തടാകം ഊളാർ തടാകം, ജമ്മു കാശ്മീർ. ഊളാർ തടാകം, ജമ്മു കാശ്മീർ. കുങ്കുമം ഏറ്റവും കൂടുതൽ ജമ്മു കാശ്മീരല്ലേ? ആണ്. കുങ്കുമം ഏറ്റവും കൂടുതൽ. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാ? കരേവ മണ്ണ്. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് ഏതാ? പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എവിടെ? പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ എവിടെയാണ്? പശ്ചിമ ബംഗാൾ. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇപ്പോൾ ഒരു സർവകലാശാല വന്നത് ഏതാ? യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും വന്ന സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. ഏത് സംസ്ഥാനത്താണ് വിശ്വഭാരതി സർവകലാശാല? പശ്ചിമ ബംഗാൾ. ഏത് സംസ്ഥാനത്ത്? പശ്ചിമ ബംഗാൾ. അരിയും ചണവും കണ്ടൽക്കാടുകളും ഏറ്റവും കൂടുതൽ എവിടെ? പശ്ചിമ ബംഗാൾ. വിശ്വഭാരതി സർവകലാശാല എവിടെ? പശ്ചിമ ബംഗാൾ. കൊൽക്കത്തയുടെ തീരത്തൂടി ഒഴുകുന്ന
ഒഴുകുന്ന നദി ഏതാ? കൊൽക്കത്തയുടെ തീരത്തൂടി ഒഴുകുന്ന നദി ഹൂഗ്ലി നദി. ഏതാണ് കൊൽക്കത്തയുടെ തീരത്തൂടി ഒഴുകുന്ന നദി? ഹൂഗ്ലി നദിയാണ് കൊൽക്കത്തയുടെ തീരത്തൂടി ഒഴുകുന്നത്. അതുപോലെ അയോധ്യയുടെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാ? സരയൂ നദിയാണ്. ഇന്ത്യയിലെ വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റ നദി. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് സിക്കിമിന്റെ ജീവൻ രേഖയായ ടീസ്റ്റ. കാർഗിലിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാ? സുരു. കാർഗിലിന്റെ ആകുമ്പോ സുരു ആണ്. സിയാച്ചിന്റെ തീരത്തൂടി നൂബ്രയാണ്. സിയാച്ചിന്റെ തീരത്തൂടി ഒഴുകുന്നത് ഏതാ? നൂബ്രയാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാ? ലഡാക്കിലെ ലേ പട്ടണത്തെ അത് ചുറ്റി ഒഴുകുന്നത് സിന്ധു നദിയാണ്. സിൽക്ക് പാത എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ഇന്ത്യയിലെ സിൽക്ക് പാത എന്നറിയപ്പെടുന്ന ചുരം നാഥുലാ ചുരം. എവിടെയാണ് നാഥുലാ ചുരം? നാഥുലാ ചുരം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. നാഥുലാ ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലാണ് അല്ലെ. ഹരിത വിപ്ലവം എത്രാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു? ഹരിത വിപ്ലവം മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം ആരംഭിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പ്ലാൻ ഹോളിഡേ. ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ മരിച്ച ഡേറ്റ് പറ? 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. എവിടാ ജനിച്ചത്? തമിഴ്നാട്ടിലെ കുംഭകോണത്ത്. MS സ്വാമിനാഥന്റെ ഹരിത വിപ്ലവത്തിന്റെ മറ്റൊരു പേര് പറ? ഗോതമ്പ് വിപ്ലവം. ഹരിത വിപ്ലവത്തിന്റെ മറ്റൊരു പേരെന്താ? ഗോതമ്പ് വിപ്ലവം. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം കാലഘട്ടം ഏതാ? 1965 ന്റെ മധ്യം മുതൽ അല്ലെങ്കിൽ 1965 to 75. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം കാലഘട്ടം ഏതാ? 75 to 85. അപ്പൊ 65 to 75 ഒന്നാം കാലഘട്ടം, 75 to 85 രണ്ടാം കാലഘട്ടം. MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനം ഏതാ? സർബതി സോണോറ. സർബതി സോണോറയാണ്. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെടുന്നു? മത്സ്യ ഉൽപാദനം. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെടുന്നു? മത്സ്യ ഉൽപാദനം. ധവള വിപ്ലവമോ? ധവള വിപ്ലവം പാലും പാലുൽപ്പന്നം. പാലും പാലുൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ പേര് ചോദിക്കുമല്ലോ. ഓപ്പറേഷൻ എന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് അതുപോലെ ചോദിക്കാം. അതുപോലെ ഓപ്പറേഷൻ പോളോ എന്താണ്? ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ഓപ്പറേഷൻ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ പോളോ. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിൽ വന്ന നാട്ടുരാജ്യം ഏതാ? ജനഹിത പരിശോധന വഴി ജുനഗഡ്. ജനഹിത പരിശോധന വഴി ജുനഗഡ്. രാജ ഹരിസിംഗുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം വന്നത് ഏതാണ്? ഹരിസിംഗുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം വന്നത് കാശ്മീർ. കാശ്മീര്, ജുനഗഡ്, ഹൈദരാബാദ് ഇതല്ലേ മാറി നിന്നത്. നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാ? VP മേനോൻ. VP മേനോൻ എവിടാ ജനിച്ചത്? പാലക്കാട് ഒറ്റപ്പാലം. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയല്ലേ? ആരുടെയാ? VP മേനോന്റെ കൃതിയാണ്. അപ്പം ബർദോളി സത്യാഗ്രഹം ഏത് വർഷം? 1928 ബർദോളി സത്യാഗ്രഹം. 1928 ബർദോളി. ലോകസഭയും രാജ്യസഭയും മറന്നുപോരുത്. ലോകസഭാ ചേംബർ ഏത് ആകൃതിയിലാണ്? ഇപ്പം പുതിയ ലോകസഭാ ചേംബർ ദേശീയ പക്ഷിയായ മയിലിന്റെ ആകൃതിയും ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിൽ രാജ്യസഭ. ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിൽ വന്നത് രാജ്യസഭയും ദേശീയ പക്ഷിയായ മയിലിന്റെ ആകൃതിയിൽ വന്നത് ഏതാണ്? മയിലിന്റെ ആകൃതിയിൽ വന്നത് നമ്മുടെ ലോകസഭയാണ്. മറന്നുപോരുത്. അതൊക്കെ പരീക്ഷിക്കുക. സ്വദേശാഭിമാനി പത്രം ആരുടെയാണ്? സ്വദേശാഭിമാനി പത്രം 1905 സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യത്തെ എഡിറ്റർ P ഗോവിന്ദപിള്ളയും രണ്ടാമത്തെ എഡിറ്റർ ആണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും. ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്? P രാജഗോപാലാചാരി. അന്നത്തെ ദിവാനായിരുന്ന P രാജഗോപാലാചാരി. എന്നാ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്? 1910 സെപ്റ്റംബർ 26. സെപ്റ്റംബർ 26 മദ്രാസിലേക്കല്ലേ? മദ്രാസിലെ തിരുനെൽവേലിയിലെ അരുവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആരെ നാട് കടത്തുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഏതാ? സ്വദേശാഭിമാനിയുടെ ജന്മസ്ഥലം നെയ്യാറ്റിങ്കര. എവിടെയായിരുന്നത്? നെയ്യാറ്റിങ്കരയാണ് സ്വദേശാഭിമാനിയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. കുറച്ച് ഒക്കെ റിവിഷൻ നമുക്ക് ഇന്നത്തെ പോർഷൻ കണ്ടിട്ട് അവസാനം കുറച്ചും കൂടെ റിവിഷൻ നടത്താം. നോക്കേ, ഒന്നാമത്തെ പോർഷൻ നോക്കേ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. പുതിയ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേരുന്നതാണ്? രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി. പാർലമെന്റ് എന്ന് ചേരുന്ന ആരൊക്കെ ചേരുന്നതാ? രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് കണ്ടോ? ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28 എന്നാണ്. 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത്. ഡിസംബർ 10 തറക്കല്ലിടുകയും ഇതിന്റെ ആകൃതി കണ്ടോടെ? ത്രികോണ ആകൃതി. പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ഏതാ? ത്രികോണ ആകൃതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ചോദ്യം ഉണ്ട്. ഏതാണെന്നറിയാമോ? അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതിയും ത്രികോണ ആകൃതിയാണ് കേട്ടോ. ത്രികോണ ആകൃതിയാണ്. ഏത് പദ്ധതി പ്രകാരമാണ് പുതിയ പാർലമെന്റ് മന്ദിരം വന്നത്? സെൻട്രൽ വിസ്ത പദ്ധതി. സെൻട്രൽ വിസ്ത പദ്ധതി പ്രകാരമാണ്
എവിടെയാണ് പുതിയ പാർലമെന്റ് മന്ദിരം വന്നത്? അത് ചോദിക്കും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി വിമൽ ഹാസ്മുഖ് ആണ്. വിമൽ ഹാസ്മുഖ് പട്ടേലാണ്. ജ്ഞാൻദാർ, ശക്തിദാർ, കർമ്മദാർ എന്നീ കവാടങ്ങൾ 3 ഉണ്ട്. ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കി ലോകസഭാ ചേംബറും, കണ്ടോ, ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കി ലോകസഭാ ചേംബറും ദേശീയ പുഷ്പമായ താമരയെ പ്രമേയമാക്കി രാജ്യസഭാ ചേംബറും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. തെറ്റരുത്. പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ല്. കണ്ടോ, ആ ഭേദഗതി തെറ്റിപ്പോരുതേ. 106 ഭേദഗതിയും 128 ഭേദഗതി ബില്ലും, 106 ഭേദഗതിയും 128 ഭേദഗതി ബില്ല് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച വനിതാ സംവരണ ബില്ലൊക്കെ. പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കലായിരുന്നു 2023 സെപ്റ്റംബർ 19. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് 75 രൂപ നാണയമൊക്കെ പുറത്തിറക്കി. മൊത്തം 1272 ഇരിപ്പിടങ്ങളുണ്ട്. രാജ്യസഭയ്ക്ക് 384, ലോകസഭയ്ക്ക് 888. മധ്യപ്രദേശിലെ ഖജുരാവോ ക്ഷേത്രത്തിന് സമീപം ഉള്ള വിജയ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണികഴിപ്പിച്ചത്. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി അതൊക്കെ. ഓക്കെ, അടുത്ത നോക്കാം. MS സ്വാമിനാഥനെ കുറിച്ച് പറയാം. MS സ്വാമിനാഥൻ ഹരിത വിപ്ലവം അല്ലേടെ അന്തരിച്ച ഡേറ്റ് തെറ്റരുത്. 2023 സെപ്റ്റംബർ 28. എവിടുത്തുകാരനാ? തമിഴ്നാട് കുംഭകോണംകാരനാ. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാമിലി മങ്കൊമ്പ്, നമ്മളെ ആലപ്പുഴയിലെ മങ്കൊമ്പ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിനെയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകനാരാ? NB സിംഗ് ആണ്. നായകനാരാണ്? NB സിംഗ്. ഹരിത വിപ്ലവം ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ കേന്ദ്ര കൃഷിമന്ത്രി ആരാ? C സുബ്രഹ്മണ്യം. കേന്ദ്ര കൃഷിമന്ത്രി ആരാണ്? C സുബ്രഹ്മണ്യം ആയിരുന്നു. വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ MS സ്വാമിനാഥൻ. ആദ്യമായി ഈ വേൾഡ് ഫുഡ് പ്രൈസ് കൊടുക്കുന്നത് തന്നെ നമ്മുടെ MS സ്വാമിനാഥൻ 87 കേട്ടോ. മാക്സേസ് അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് 71. MS സ്വാമിനാഥന്റെ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയിലുണ്ട് കേട്ടോ. MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനത്തിന്റെ പേര് പഠിച്ചേരെ. സർബതി സോണോറ 64. ഏതായിരുന്നേ? സർബതി സോണോറ. ഫാദർ ഓഫ് ഇക്കോണമിക് ഇക്കോളജി എന്ന് യുണൈറ്റഡ് നേഷൻസ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചു കേട്ടോ. ഫാദർ ഓഫ് ഇക്കോണമിക് ഇക്കോളജി എന്ന് വിശേഷിപ്പിച്ചു. പിന്നെ യഥാർത്ഥ നാമം മങ്കൊമ്പ് സാംബശിവൻ സദാശിവൻ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? മങ്കൊമ്പ് സാംബശിവൻ സദാശിവൻ എന്നാണ്. ഇനി ജമ്മു കാശ്മീർ വിഭജനം ഒന്ന് പഠിച്ചു വെക്കാം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പ്രാബല്യത്തിൽ വന്നത്, ഡേറ്റ് തെറ്റരുത്, നല്ലൊരു ക്വസ്റ്റ്യൻ, 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം. അത് അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5, പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 9. നിലവിൽ വന്നത് ഒക്ടോബർ 31. 19 2019 ഒക്ടോബർ 31. അതുപോലെ ജമ്മു കാശ്മീരിന്റെ വ്യവസ്ഥകൾ, ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ രാഷ്ട്രപതി ഉപയോഗിച്ച ആർട്ടിക്കിൾ 370 ഒന്നാണ്. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി നിങ്ങൾ. 370 കുറിച്ചുള്ള വ്യവസ്ഥകൾ ഭരണഘടനാ ഭാഗം 21. അടുത്തത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ജമ്മു കാശ്മീർ വിഭജനത്തെ തുടർന്ന് റദ്ദ് ചെയ്ത 2 വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A. ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A. ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞാൽ എന്താ? ജമ്മുവിനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ആർട്ടിക്കിൾ. ഏതാ? 370. എന്താ ആർട്ടിക്കിൾ 35A? ജമ്മു കാശ്മീരിന് അകത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് പ്രത്യേക പദവി, പ്രത്യേക അവകാശങ്ങൾ നൽകുന്നത് ആർട്ടിക്കിൾ 35A. കിട്ടുമല്ലോ? അത് നല്ല പോയിന്റ് ആണ്, നോക്കിയിട്ട് കയറണേ. അടുത്തത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക വകുപ്പ് നൽകുന്ന 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെക്കുകയൊക്കെ ചെയ്തു. ഇത് പിൻവലിച്ചതിനെ തുടർന്ന് ജമ്മുവിലെ ക്രമസമാധാനമൊക്കെ ഇല്ലാതായി. അത് നിലനിർത്താനായി കരസേന നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ മിഷൻ റീച്ച് ഔട്ട്. എന്തായിരുന്നടെ? മിഷൻ റീച്ച് ഔട്ട്. ഏറ്റവും വലിയ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഇപ്പൊ എന്തായി മാറി? നേരത്തെ ആൻഡമാൻ ആയിരുന്നു, ഇപ്പൊ ഇവരങ്ങ് കേന്ദ്രഭരണ പ്രദേശം ആയില്ലേ? ഇവിടെ ജമ്മു കാശ്മീരും ലഡാക്ക് എന്നും പറഞ്ഞ് കേന്ദ്രഭരണ പ്രദേശം. ഏറ്റവും വലിയ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ആയത്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ മാറിയിട്ട് ഇപ്പൊ ആരായി? ലഡാക്കായി. കണ്ടോ, 2 മാറിയേ. ലഡാക്ക് വലുത്, വലിയ വനമുള്ളത് ജമ്മു കാശ്മീർ. ലഡാക്കിന് 2 ജില്ലകൾ, ലേയും കാർഗിലുമാണ്. ലഡാക്കിന്റെ തലസ്ഥാനം ലേ ആണ്. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനങ്ങൾ. മറ്റേത് 2 ജില്ലകളായിരുന്നു, തലസ്ഥാനം ലേ. ജമ്മുവിന് 2 തലസ്ഥാനമുണ്ട്. വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും മഞ്ഞുകാല തലസ്ഥാനം ജമ്മു ആണ്. അടുത്ത ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാശ്മീരിനെ കുറിച്ച് ചരിത്രം വിവരിക്കുന്ന രാജതരംഗിണി എന്ന കൃതി എഴുതിയത് കൽഹണനാണ്. രാജതരംഗിണി എന്ന കൃതി എഴുതിയത് ആരാണ്? കൽഹണൻ. മൂഷക വംശം എഴുതിയത് ആരാണ്? നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. മൂഷക വംശം അതുലൻ ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ സദസ്സിലെ അതുലനാണ് മൂഷക വംശം എഴുതിയത്. താരാവലി എഴുതിയത് ആരാണ്? ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. ശബ്ദതാരാവലി എഴുതിയത് ആരാണ്?
ഏതാണ്? ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. സാകേതം, ലങ്കാലക്ഷ്മി, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? ലങ്കാലക്ഷ്മി, സാകേതം, അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി. അപ്പം ശബ്ദധാരാവലി എഴുതിയത് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയാണ്. മൂഷകവംശം എഴുതിയത് ആരാണ്? അതുലനാണ് മൂഷകവംശം എഴുതിയത്. പ്രധാനപ്പെട്ട രോഗനിർണയ ടെസ്റ്റുകൾ നോക്കിയുടെ. ഇഷിഹാര ടെസ്റ്റ്, വർണ്ണാന്തത. വർണ്ണാന്തത മാത്രമല്ല, വർണ്ണാന്തതയുടെ മറ്റൊരു പേര് ഡാൾട്ടനിസം എന്നും പറയാം കേട്ടോ. ജോൺ ഡാൾട്ടൺ കണ്ടുപിടിച്ചതുകൊണ്ട്. ഷിക്ക് ടെസ്റ്റ്, ഡിഫ്തീരിയ. ഷിക്ക് ടെസ്റ്റ് ഏതാ? ഡിഫ്തീരിയ. തൊണ്ടമുഴയല്ലേ? അല്ല, തൊണ്ടമുള്ള്. തൊണ്ടമുള്ളാണ് ഡിഫ്തീരിയ. തൊണ്ടമുഴ ഗോയിറ്റർ ആണ്. തൊണ്ടമുഴ ഏതാ? ഗോയിറ്റർ. അരിവാൾ രോഗം ഏതാ? അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ അല്ലെ? സിക്കിൾ സെൽ അനീമിയ. വിഷൂചിക ഏതാ? കോളറ. വിഷൂചിക ഏതാ? കോളറയാണ്. ചതുപ്പ് രോഗം ഏതാ? മലമ്പനി. ചതുപ്പ് രോഗം ഏതാ? മലമ്പനി. കില്ലർ ന്യൂമോണിയ ഏതാ? സാർസ്. കില്ലർ ന്യൂമോണിയ ഏതാ? സാർസ്. അപ്പോൾ ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ഏതാണ്? ടൈഫോയിഡ്. ഡിഫ്തീരിയ ബാധിക്കുന്ന അവയവം തൊണ്ടയാണ്. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിലാണ്. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലാണ്. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത അല്ലെ? നിശാന്തതയും സീറോഫ്താൽമിയും പഠിച്ചില്ലേ? ജീവകം A1 കുറവ് മൂലം നിശാന്തതയും ജീവകം A2 കുറവ് മൂലം സീറോഫ്താൽമിയും. A1 ആകുമ്പോൾ നിശാന്തത, A2 ആകുമ്പോൾ ഏതാ? സീറോഫ്താൽമിയ. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏതാ? ഡെങ്കിപ്പനി. ബിലിറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. ഈ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി ഇതെല്ലാം വൈറസാ. പക്ഷേ എലിപ്പനി ബാക്ടീരിയയാണ്. പനി എന്ന് പറയുന്ന അവസാനിക്കുന്ന എല്ലാം വൈറസ് പറഞ്ഞു. പക്ഷെ എലിപ്പനി ബാക്ടീരിയ പറയണം കേട്ടോ. എലിപ്പനി ഏതാ? ബാക്ടീരിയ. ബിലിറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ. മാമോഗ്രാഫി ടെസ്റ്റ് സ്തനാർബുദം കേട്ടോ. മാമോഗ്രാഫി. ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. ഡോപ്പിംഗ് ടെസ്റ്റ് ഉത്തേജക മരുന്ന്. എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഒക്കെ എയ്ഡ്സ് ആണ്. എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഒക്കെ ഏതാണ്? എയ്ഡ്സ് ആണ് അതെന്ന് പറയുന്നത്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ് തിരിച്ചറിയുന്നത്. എയ്ഡ്സ് സ്ഥിരീകരണ ടെസ്റ്റ് എന്ന് എടുത്തു ചോദിച്ചാൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എലിസ ടെസ്റ്റ്, നേവ ടെസ്റ്റ് ഒക്കെ എയ്ഡ്സ് ആണ്. ലെപ്രാമിൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ് ഒക്കെ കുഷ്ഠമാണ്. മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയമാണ്. മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയമാണ്. നല്ലൊരു ചോദ്യമാണ്. അടുത്ത ഏഷ്യൻ ഗെയിംസിൽ നിന്ന് ചോദ്യം വരാം. ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 1951 നമ്മുടെ ന്യൂഡൽഹിയിലാണ്. ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് എന്നാണ്? 51 ന്യൂഡൽഹി. എന്നെന്നും മുന്നോട്ട്. ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം ഏതാണ്? എപ്പോഴും മുന്നോട്ട് എന്നതാണ് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം. എന്നാ തുടങ്ങിയത്? 51. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദിയാണ്. എവിടെ ആരംഭിച്ചത്? ന്യൂഡൽഹിയിൽ. ആദ്യ വിജയി ജപ്പാൻ ആയിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ആദ്യ വിജയി ആരാണ്? ജപ്പാൻ. 2021 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡലുകൾ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇപ്പൊ പോലീസ് പരീക്ഷ കഴിഞ്ഞ ആഴ്ച നടന്ന വനിതാ കോൺസ്റ്റബിളിനും ചോദിച്ചു മൊത്തം മെഡലുകളുടെ എണ്ണം എത്രാന്ന് ചോദിച്ചു. 2021 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ 107. ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരുന്നു? 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 19ാമത് ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ ഹാങ്ഷൂൽ വെച്ച്. ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പതാക ഏന്തിയത് നമ്മുടെ ഹർമൻപ്രീത് സിംഗും ലവ്ലീന ബോർഗോഹൈനുമാണ്. സമാപന ചടങ്ങിൽ ഇന്ത്യ പതാക ഏന്തിയത് PR ശ്രീജേഷ്. മലയാളിയായ PR ശ്രീജേഷ്. ഏത് ജില്ലക്കാരനാ PR ശ്രീജേഷ്? PR ശ്രീജേഷ് എറണാകുളംകാരനാ. പുരുഷ ലോങ് ജമ്പിൽ മെഡൽ നേടിയ മലയാളി M ശ്രീശങ്കർ. തെറ്റരുത്. മെഡൽ നേടിയ മലയാളി ആര്? M ശ്രീശങ്കർ. ബാഡ്മിന്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ മലയാളി HS പ്രണോയി. HS പ്രണോയി ഏത് കായിക ഇനം? ബാഡ്മിന്റൺ. ജാവലിൻ ത്രോയിൽ സ്വർണം നേടി അന്നു റാണി. ആദ്യമായിട്ട് ഗോൾഫ് ഇനത്തിൽ മെഡൽ അതിഥി അശോക്. 2026 ഏഷ്യൻ ഗെയിംസ് വേദി, അടുത്ത ഏഷ്യൻ ഗെയിംസ് വേദി ജപ്പാനാണ്. അടുത്ത ഏഷ്യൻ ഗെയിംസ് വേദി ഏതാണ്? ജപ്പാനിൽ. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് 51 ന്യൂഡൽഹിയിലാണ്. ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എപ്പോഴും മുന്നോട്ടാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവാരാണ്? ഗുരുദത്ത് സോദിയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവാരെന്ന് ചോദിച്ചാൽ ഗുരുദത്ത് സോദിയാണ് അല്ലെ? അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ല കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 1930 ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 51, കോമൺവെൽത്ത് 30 കേട്ടോ. കേരള കലാമണ്ഡലം വന്നത് 30. കേരള കലാമണ്ഡലം ഏത് വർഷമാണ്? 30. ഉപ്പ് സത്യാഗ്രഹം 30. വട്ടമേശ സമ്മേളനങ്ങൾ തുടങ്ങിയത് 30 വട്ടമേശ സമ്മേളനങ്ങൾ 30. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് വിളിക്കുന്ന ആരെയാണ്? പൈലറ്റ് മൊയ്യാരത്ത് ശങ്കരൻ അല്ലെ? വരിക സഹചര എന്ന ഗാനം എഴുതിയതാരാ? അത് അംശി നാരായണപിള്ള അല്ലെ? അംശി നാരായണപിള്ള. ഇന്ത്യയിൽ ഏതായിരുന്നു? ഇന്ത്യയിലെ രഘുപതി
രഘുപതി രാഘവ രാജാറാം. അതെഴുതിയത് ആരെന്ന് ചോദിച്ചാൽ വിഷ്ണു ദിഗംബർ പുരസ്കാർ സംഗീതം കൊടുക്കുകയും ലക്ഷ്മണാചാര്യ എഴുതുകയും ചെയ്തു കേട്ടോ. ലക്ഷ്മണാചാര്യ എഴുതുകയും ചെയ്തതാണ് രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈഷ്ണവ ജനത എഴുതിയത് ആരാ? നരസിംഹ മേത്തയായിരുന്നു അല്ലെ. ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്തുമായി ബന്ധപ്പെടുന്നതാണ്? ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. ഈ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റ് വരിച്ച ഒരു വനിതയല്ലേ മാതങ്കിനി ഹസ്ര. ഗാന്ധിപുരി എന്നറിയപ്പെടുന്ന വനിത ഏതാ? മാതങ്കിനി ഹസ്രയാണ്. അതുപോലെ ബീർബല എന്നറിയപ്പെടുന്ന വനിത കനകലത ബറുവ. ഗാന്ധിപുരി മാതങ്കിനി ഹസ്രയാണ്. മറന്നുപോരുത്. അതുപോലെ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഡേറ്റ് മറന്നുപോരുത്. ആഗസ്റ്റ് 8 പ്രമേയം അവതരിപ്പിക്കുന്നു. ആഗസ്റ്റ് 9 സമരം കേട്ടോ. കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യവും സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യവും യൂസഫ് മെഹർലിയുടെയാണ്. കിറ്റ് ഇന്ത്യ സമര നായകനാരാ? കിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനാണ്. സർവോദയ പ്രസ്ഥാനത്തിന്റെ പിതാവും ജയപ്രകാശ് നാരായണനാണ്. സർവോദയ പ്രസ്ഥാനം ആരുടെയാണ്? ജയപ്രകാശ്. ഈ 2024 ഏപ്രിൽ 1 നവതി ആഘോഷിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? 2024 ഏപ്രിൽ 1 നവതി വന്നത് റിസർവ് ബാങ്ക് ആക്ട് വന്നത് 34-ലായിരുന്നോടെ. 34 ആക്ട് വരികയും 35 നിലവിൽ വരികയും ചെയ്തു റിസർവ് ബാങ്ക് അല്ലേ. റിസർവ് ബാങ്ക് രൂപീകരിച്ച കമ്മീഷൻ ഏതാ? ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരം. നബാർഡ് രൂപീകരണ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നബാർഡ് രൂപീകരണം ശിവരാമൻ കമ്മീഷൻ. എന്നാണ് നബാർഡ് വന്നത്? 1982 ജൂലൈ 12. നബാർഡിന്റെ ആസ്ഥാനം എവിടെ? മുംബൈ. LICയുടെ ആസ്ഥാനം മുംബൈ, SBIയുടെ ആസ്ഥാനം മുംബൈ, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. അതുപോലെ നബാർഡിന്റെ ആസ്ഥാനം ചോദിച്ചാലും നിങ്ങൾക്ക് മുംബൈ പറയാം. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് പറയേണ്ടത്. നല്ല കുറെ ക്വസ്റ്റ്യനുകളാണ് അത് വന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാ? എക്കൽ മണ്ണ്. ജൈവാംശം കൂടിയ മണ്ണ് ഏതാ? പർവ്വത മണ്ണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ്. കണ്ടൽ വനങ്ങളുടെ മണ്ണ് ഏതാ? പീറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാ? ലാറ്ററൈറ്റ് മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാ? കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരെന്താ? റിഗർ മണ്ണ് അഥവാ ചെർണോസം മണ്ണ് അല്ലെ. ചെർണോസം മണ്ണാണ് കറുത്ത. ഇരുമ്പിന്റെ അംശം കൂടുതലല്ലേ ലാറ്ററൈറ്റ്? ഇരുമ്പിന്റെ അംശം അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറത്തിന്റെ കാരണം എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു നല്ല ക്വസ്റ്റ്യൻ. അപ്പൊ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ ഇന്ത്യയിലെ? ഡെക്കാൻ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാ? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ധാതുക്കളുടെ കലവറ ഏതാ? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഈ കാഞ്ചൻജംഗ ഏത് ഹിമാലയൻ നിരയിലാണ്? കാഞ്ചൻജംഗ ഹിമാദ്രി. എവറസ്റ്റും കാഞ്ചൻജംഗയും ഹിമാദ്രിയിലും. പക്ഷേ മൗണ്ട് കേറ്റു കാറക്കോറത്തിലാണ്. ഏതിലാണ്? കാറക്കോറത്തിലാണ്. മറന്നുപോരുത്. അതൊക്കെ. കാസിക്കാരോ കുന്നുകൾ എവിടെയാണ്? കാസിക്കാരോ കുന്നുകൾ മേഘാലയ. എവിടെ? മേഘാലയ. 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട ലോക്താക് തടാകം എവിടെ? മണിപ്പൂര്. കുക്കീസ് കലാപം നടന്നത് എവിടെ? മണിപ്പൂര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഏതാണ്? അത് മേഘാലയയിലെ മൗസിൻഡ്രം. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഏതാ? മേഘാലയയിലെ മൗസിൻഡ്രം. ഖാസി കുന്നുകളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാ? നീലഗിരി. 1986. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതിയാണ്. ഏറ്റവും വലുത് ഏതാണ്? ഗ്യാൻ ഭാരതിയാണ് ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചു. മറന്നുപോരുത്. അതൊക്കെ ചോദിക്കാൻ പറ്റിയ നല്ല ചോദ്യങ്ങളാണ്. ഓക്കെ. ഒരുവിധം കൊച്ചു റിവിഷൻ ഒക്കെ ആയി. ഒത്തിരി നേരം എടുത്താലും നിങ്ങൾ അത് പ്രശ്നമാണ്. എന്നാലും ഇത് നല്ലോണം പഠിക്കുക. നല്ലൊരു റിവിഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.